Okay, shall we start? All of you take your textbook. Take your textbook. Okay, what did we learn in the last class? Can you remember? In the last class, we discussed it. Enda padichadu? Who can say? Last class, enda padichadu? Okay, Edwin, you can unmute yourself and say. Miss, let's us write. എവിടെയായിരുന്നു നിർത്തിയത്? Last page. Page number? Page number 8. Page number 8. That means we completed our first lesson. Yes. Okay. Then take your third lesson. Don't take your second lesson. We can take it later, okay? The voice of the grass. We can take this lesson later. Okay, Hannah. First lesson. Let us speak. നമ്മളോട് homework ചെയ്തിട്ട് മിസ് ക്ലാസ്സിൽ നിന്ന് അത് തരാന്ന് പറഞ്ഞായിരുന്നു. Okay, we can discuss it later. Okay, നമുക്ക് അത് പിന്നെ discuss ചെയ്യാം. Today we are going to take our third lesson. All of you take the third lesson. Don't unmute yourself without my permission. Okay. All of you take your third lesson. Madam Curie. Madam Curie. Do you have heard about Madam Curie? Who is Madam Curie? Who can say? Ara Madam Curie. You have to listen to your textbook, okay? You can sit there. Go. You can say who is Madam Curie? Ara Madam Curie. Arkengilu ariyo? She is the first woman to win Nobel Prize. She is the first woman and also the first person to win a Nobel Prize in different field. ഒരേ ഫീൽഡിലല്ലാതെ രണ്ട് ഫീൽഡിലായിട്ട് അതും ആദ്യത്തെ വനിതയാണ് അല്ലേ? നോബൽ പ്രൈസ് നേടിയ ആദ്യത്തെ പേഴ്സൺ ആണ്, ആദ്യത്തെ വനിതയാണ് ആര്? മാഡം ക്യൂറി. ഷീ ഈസ് ദ ഫസ്റ്റ് വുമൻ ആൻഡ് ഷീ ഈസ് ഓൾസോ എ ഫസ്റ്റ് പേഴ്സൺ ടു വിൻ നോബൽ പ്രൈസ്. ഓക്കെ, നോബൽ പ്രൈസ് നേടിയ ആദ്യത്തെ വുമൺ ആരാണ്? മാഡം ക്യൂറി ആണ്. ഓക്കെ, ദെൻ പിന്നെ എന്തൊക്കെ അറിയാം മാഡം ക്യൂറിനെ കുറിച്ചിട്ട്? Edwin, say something about Madam Curie. No idea about her. She became the professor of the University of Paris. Parisile യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിട്ട് ആര് വന്നു? നമ്മുടെ മാഡം ക്യൂറി വന്നു. ഇതൊക്കെ നമുക്ക് ഇപ്പൊ പറയുന്ന സമയത്ത് ചെറിയ കാര്യമായിരിക്കും അല്ലേ? പക്ഷെ ഷീ ഈസ് ദ ഫസ്റ്റ് വുമൻ ടു ബിക്കം എ പ്രൊഫസർ അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് പാരീസ്. ഓക്കെ, പാരീസിലെ യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ പ്രൊഫസർ അല്ലെ? വുമൺ ആയിട്ടില്ല, വനിതാ പ്രൊഫസർ ആയിരുന്നു ആര്? നമ്മുടെ മാഡം ക്യൂറി. ഓക്കെ, ഡോണ്ട് അൺമ്യൂട്ട് യുവർ സെൽഫ് വിത്തൗട്ട് മൈ പെർമിഷൻ, ഏഞ്ചൽ. ഓക്കെ, അപ്പൊ മാഡം ക്യൂറി ആരാണ്? ഷീ ഈസ് ദ ഫസ്റ്റ് വുമൻ ടു വിൻ നോബൽ പ്രൈസ് ഇൻ ഡിഫറെന്റ് ഫീൽഡ്സ്. ഓക്കെ, രണ്ട് ഫീൽഡ്സിലായിട്ട് നോബൽ പ്രൈസ് നേടി. അതുപോലെ തന്നെ ഷീ ഈസ് ദ ഫസ്റ്റ് വുമൻ ടു ബിക്കം ദി പ്രൊഫസർ ഓഫ് ദ പാരീസ് യൂണിവേഴ്സിറ്റി. ഓക്കെ, പാരീസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ കൂടിയായിരുന്നു ആര്? നമ്മുടെ മാഡം ക്യൂറി. ഷീ ഈസ് കൺസിഡർഡ് ആസ് ദ ഐക്കൺ ഇൻ ദ സയന്റിഫിക് ഫീൽഡ്. സയന്റിഫിക് ഫീൽഡിലെ തന്നെ ഒരു ഐക്കൺ ആയിരുന്നു ആര്? നമ്മുടെ മാഡം ക്യൂറി. ഓക്കെ, and our third lesson is about Madam Curie and the title is also Madam Curie. Madam Curie തന്നെയാണ് ടൈറ്റിൽ അല്ലേ? Madam Curie. Okay, we are going to study in detail about Madam Curie. Okay, Madam Curie നെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. Okay, shall we start?
Before our text, you have a work that get set. Given below are the pictures of some famous scientists and Nobel Prize winners. Name them and match them with their invention. Okay, അവിടെ കണ്ടോ നിങ്ങള്? കണ്ടോ? 3 പിക്ചേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ? 3 വ്യക്തികളുടെ 3 പേഴ്സന്റെ ഫേമസ് പേഴ്സന്റെ നോബൽ പ്രൈസ് വിന്നേഴ്സിന്റെ അതുപോലെ തന്നെ സയന്റിസ്റ്റിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവരുടെ പേര് നമ്മളോട് കണ്ടുപിടിച്ച് എഴുതി അവരുടെ കണ്ടുപിടുത്തങ്ങള് ഇൻവെൻഷൻസ് എന്ന് വെച്ചാൽ എന്താ കണ്ടുപിടുത്തങ്ങളാണ് അല്ലേ? കണ്ടുപിടുത്തങ്ങൾക്ക് നേരെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ടേക്ക് ഇറ്റ് ആസ് യുവർ ഹോംവർക്ക്. കണ്ടുപിടിക്കാൻ പറ്റുമോ നിങ്ങൾ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പറഞ്ഞുതരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ 2 ഹോംവർക്ക് നമുക്ക് ചെയ്യാം. Okay, write HW. Write HW. In this lesson, we are going to study about Madame Curie. Madame Curie. Okay, Madame Curie. Now you know who is Madame Curie. Who is Madame Curie? Hannah. Hannah, who is Madame Curie? Professor. She is the first professor in Paris University. First woman professor, right? Okay, then another point. Okay, that's enough. Grace. Who is Madame Curie? Mute yourself, Hannah. Okay, Grace, unmute yourself. Then say something about Madame Curie. Madame Curie. Grace. Paramolu. Kittiyilla miss parnathu. She is the first woman to win Nobel Prize, alle? Okay. അത് എത്ര പ്രാവശ്യം നോബൽ പ്രൈസ് കിട്ടിയെന്നറിയോ? She won the Nobel Prize twice. 2 പ്രാവശ്യം നോബൽ പ്രൈസ് നേടി. She is the first woman and she also was the first person to win the Nobel Prize twice in different fields. 2 പ്രാവശ്യം നോബൽ പ്രൈസ് കിട്ടി. അതും 2 ഫീൽഡിലായിട്ട്, ഒരേ ഫീൽഡിലല്ല, 2 ഫീൽഡിലായിട്ട് 2 പ്രാവശ്യം നോബൽ പ്രൈസ് കിട്ടിയ ആദ്യത്തെ വ്യക്തിയും ആദ്യത്തെ വുമണും കൂടി ആരാണ്? മാഡം ക്യൂറി ആണ്. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ നാളെ വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഹു ഈസ് മാഡം ക്യൂറി? എങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യാം? ഷീ ഈസ് ദ ഫസ്റ്റ് വുമൻ ടു വിൻ നോബൽ പ്രൈസ് ഇൻ ട്വൈസ്. ഓക്കെ, എങ്ങനെ പറയാ? ഷീ ഈസ് ദ ഫസ്റ്റ് വുമൻ ടു വിൻ നോബൽ പ്രൈസ് ഇൻ ട്വൈസ്. ഇത്രയും പറയാൻ എന്റെ മക്കൾക്ക് പറ്റില്ലേ? ഷീ ഈസ് ദ ഫസ്റ്റ് വുമൻ ടു വിൻ നോബൽ പ്രൈസ് ട്വൈസ്. മുഹമ്മദ്, you have to take page number 12, third lesson, Madame Curie. We are talking about Madame Curie. And who is Madame Curie? She is the first woman to win Nobel Prize in twice in different spheres. Okay, take your textbook. All of you take your textbook. Madame Curie. Our lesson is, third lesson is Madame Curie. Okay, I will read the text once. I will read the first page. Okay. Maria Sklodowska. Maria Sklodowska, also called Mary. Okay. Maria Sklodowska, also called Mary. Use your fingers to read your textbook. Okay. Kai thottu vaicha ellavarum. Mary Sklodowska, also called Mary, was born on 7th November 1867 in Warsaw, Poland. Okay. She was the youngest of the 5 children. Her father was a professor of physics. I will read that paragraph once more. Maria Sklodowska, also called Mary, was born on 7th November 1867 in Warsaw, Poland. She was the youngest of 5 children. Don't look at me.
Adul, look at your textbook. She was the youngest of 5 children. Her father was a professor of physics. All of you look at your textbook. Kai thottu vaikya. Muhammad Rihan, what are you doing there? Second paragraph. Once her elder sister, Bronya, was reading a lesson aloud and kept stumbling over some difficult words. Mary became impatient. Mary became impatient. She took the book from Bronya's hands and read the first sentence aloud. The whole family fell silent. Mary continued to read, but she soon realized that something was wrong. Once more, second paragraph. Listen to the second paragraph. Once, her elder sister, Bronya, was reading a lesson aloud and kept stumbling over some difficult words. Mary became impatient. She took the book from Bronya's hands and read the first sentence aloud. The whole family fell silent. Mary continued to read, but she soon realized that something was wrong. Okay, look at the third paragraph. Mary burst into tears. Mary burst into tears and said, I'm sorry. I didn't do it on purpose. It's not Bronya's fault. It's only because it was so easy. Mary was only 4 years old then. Okay, look at the third paragraph once more. Mary burst into tears and said, I'm sorry. I didn't do it on purpose. It's not Bronya's fault. It's only because it was so easy. Mary was only 4 years old then. Next paragraph. When Mary was 10 years old, she joined a private school. In those days, Poland was not a free nation. It was ruled by Tsar of Russia. Once more, when Mary was 10 years old, she joined a private school. In those days, Poland was not a free nation. It was ruled by a Tsar of Russia. Next paragraph. When Mary was 14, she joined a school for gifted children. She completed her studies, winning a gold medal, and spent the following years traveling all over Poland, her beloved country. Mary worked briefly as governess to earn money to study further. When she was 24, Mary was finally able to continue her education. At first, she stayed in Paris with her sister Bronya, who had married a doctor. Later, she rented a tiny room. There was no water. Next page. There was no water, no lighting, and no heating. But Mary did not mind the lack of comforts. Okay? Look at the page number 12 from the beginning. Okay? We can discuss it with meaning. First paragraph. Maria Sklodowska. Maria Sklodowska is the original name of Madame Curie. Maria Sklodowska, also called Mary, was born on 7th November 1867 in Warsaw, Poland. She was the youngest of 5 children. Her father was a professor of physics. Okay, and the meaning Maria Sklodowska, also called Mary. That is Madame Curie. Maria Sklodowska എന്ന് പറഞ്ഞ ആര് തന്നെയാണ്?
Maria Sklodowska means Madam Curie. She is also known as Mary. Okay? അപ്പൊ 3 പേരായി അല്ലേ? മാഡം ക്യൂറി, മരിയ സ്ക്ലോഡോസ്ക, മേരി. ഇത് 3 ആര് തന്നെയാണ്? മാഡം ക്യൂറി തന്നെയാണ്. മക്കൾക്ക് മനസ്സിലാവില്ലേ ഇത്? മരിയ സ്ക്ലോഡോസ്ക ഓൾസോ കോൾഡ്, ഏത് പേരിലും അറിയപ്പെടുന്നുണ്ട്? ഓൾസോ കോൾഡ് മേരി. ഓക്കെ, മരിയ സ്ക്ലോഡോസ്ക ഓൾസോ കോൾഡ് വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അതെന്താണ്? മേരി എന്നാണ്. Was born on 7th November 1867 in Warsaw. Was born on. Born on എന്ന് വെച്ചാൽ എന്താ? ജനിച്ചതാണ് അല്ലേ? Was born on. Okay, she was born on 7th November 1867 അല്ലേ? 1867 November 7 ആണ് ആര് ജനിച്ചത്? നമ്മുടെ മാഡം ക്യൂറി ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? She was born in Warsaw, Poland. പോളണ്ടിലെ വാർസോ എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിച്ചത്? നമ്മുടെ മാഡം ക്യൂറി ജനിച്ചത്. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഓക്കെ, നമ്മൾ എങ്ങനെ പറയാ? കണ്ണൂര് പയ്യന്നൂർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന പോലെ, കേരളയില് കണ്ണൂർ എന്ന് പറയുന്ന പോലെ, പോളണ്ടില് വാർസോ എന്ന സ്ഥലത്താണ് ആര് ജനിച്ചത്? നമ്മുടെ മാഡം ക്യൂറി ജനിച്ചത്. മരിയ സ്ക്ലോഡോസ്ക ഓൾസോ കോൾഡ് മേരി was born on 7th November 1867 in Warsaw, Poland. വാർസോ കഴിഞ്ഞിട്ട് ഒരു കോമ ഉണ്ടോ? പോളണ്ടിലെ വാർസോ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ മാഡം ക്യൂറി ജനിച്ചത്. She was born on 1867 November 7. കിട്ടിയോ? മനസ്സിലായോ? She was born on 7th November 1867. When she was born, Angel? 7th November 1867 in Warsaw, Poland. Okay, enough. She was born on 7th November 1867 in Warsaw, Poland. Okay. Her father was a professor of physics. Who is her father? Who is her father? His father was a professor of physics. Very good. Her father was the professor of physics. അവളുടെ അച്ഛൻ എന്തായിരുന്നു? ആരായിരുന്നു അച്ഛൻ? He was the professor of physics അല്ലേ? ഫിസിക്സിലെ ഒരു പ്രൊഫസർ ആയിരുന്നു ആര്? പ്രൊഫസർ ആയിരുന്നു ആര്? മാഡം ക്യൂറിന്റെ ഫാദർ. ഏഞ്ചൽ എംവി, സ്റ്റാൻഡ് അപ്പ്. Stand up. Okay, sit down. You are sleepy today. Okay, once more. Maria Sklodowska, also called Mary, was born on 7th November 1867 in Warsaw, Poland. She was the youngest of 5 children. Her father was a professor of physics. Okay. Look at the second paragraph. Look at the second paragraph. Okay. Once, her elder sister. Elder means what? Elder. Elder sister. Okay, മൂത്തതാണ്. Elder എന്ന് വെച്ചാൽ വലുതാണ് അല്ലേ? Elder sister. വലിയ ചേച്ചിയാണ്, മൂത്തതാണ് അല്ലേ? Younger sister-ഓ? അനിയത്തിയാണ് അല്ലേ? ചെറുതാണ്. Younger means ചെറുത്, elder means വലുത്. Once, ഒരിക്കൽ, her elder sister, അവളുടെ elder sister, പേരെന്താ? Elder sister Bronia. Bronia, who is her elder sister? Bronia was reading a lesson aloud and kept stumbling over some difficult words. Once, you have to listen here. Okay? Don't play with your hands. Once, her elder sister Bronia was reading a lesson aloud. Aloud means urakke. Once, her elder sister Bronia was reading a lesson aloud. ഒരിക്കല് അവളുടെ elder sister, മൂത്ത ചേച്ചി എന്ത് ചെയ്യുന്നുണ്ട്? അവളുടെ ഒരു ലെസൺ ഉറക്കെ വായിക്കുന്നുണ്ട്. And kept stumbling over some difficult words. What do you mean by stumbling? Stumbling means ഇടറുക.
വായിക്കാൻ കിട്ടാതിരിക്കുമ്പോ സ്പെല്ലിംഗ് കിട്ടാതിരിക്കുമ്പോ വലിയ വീടൊക്കെ ഇപ്പൊ മരിയ സ്ക്ലോഡൌസ്ക നിങ്ങൾക്ക് ഒറ്റയടിക്ക് വായിക്കാനാവോ? അപ്പൊ ഒരു പതർച്ച ഉണ്ടാവില്ലേ? അങ്ങനെ അവളെ ഇടറിക്കൊണ്ടിരിക്കണം. സ്റ്റംബ്ലിംഗ് മീൻസ് ഇടറുക. മീനിങ് അറിയില്ലെങ്കിൽ എന്റെ മക്കൾ എഴുതി വെക്കണേ, ഇടറുക. ഓക്കെ. Once her elder sister Bronya was reading a lesson aloud and kept stumbling over some difficult words. വായിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് ഡിഫിക്കൽട്ട് വേർഡ്സ്, കട്ടിയുള്ള വേർഡ്സ് കിട്ടുന്നില്ല, വിഷമമുള്ള വേർഡ്സ് കിട്ടുന്നില്ല. അങ്ങനെ അവൾ ഇടറിക്കൊണ്ടിരിക്കുകയാണ് വായിക്കാൻ കിട്ടാതെ. Once her elder sister Bronya was reading a lesson aloud and kept stumbling over some difficult words. ഉറക്ക വായിക്കാണ് ടെക്സ്റ്റ് ബുക്ക് അല്ലേ? Anupriya, you had to sit properly. Okay. വായിക്കാൻ കിട്ടാതെ ഇങ്ങനെ ഇടറിക്കൊണ്ടിരിക്കുകയാണ്. Mary became impatient. Impatient means what? Patient means what? Patient. Patient means ക്ഷമയാണ് അല്ലേ? വേറൊരു പേഷ്യന്റും കൂടി ഉണ്ട് സായി കൃഷ്ണ. Patient means ക്ഷമ. ഓക്കെ. അപ്പൊ impatient എന്ന് പറയുമ്പോ എന്താ? ഓപ്പോസിറ്റ് ആയി. ഓക്കെ. അപ്പൊ എന്താ? അക്ഷമയായി അല്ലെ? ക്ഷമയില്ലാത്തത്. Impatient means അക്ഷമ. Shahbaz, stand up. Hands up. Hands down. Sit down. You also sleepy today. Okay. Mary became impatient. Impatient means ക്ഷമ നശിച്ചിരിക്കുകയാണ് അല്ലെ? ഇവളിങ്ങനെ വായിക്കാൻ കിട്ടാതിരിക്കുമ്പോ വിഷമമുള്ള വേർഡ്സ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മേരി ഇല്ലേ? മേരി ആരാ? നമ്മുടെ ബ്രോണിയയുടെ സിസ്റ്റർ ആണ് അല്ലെ? ബ്രോണിയയുടെ യങ്ങർ സിസ്റ്റർ ആണ്. മേരിന്റെ എൽഡർ സിസ്റ്റർ അല്ലേ ബ്രോണിയ അല്ലേ? Then Mary became impatient. ക്ഷമ നശിച്ചിരിക്കുകയാണ് അല്ലെ? She took the book from Bronia's hands and read the first sentence aloud. അവൾ എന്ത് ചെയ്തു? ബ്രോണിയയുടെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങി. She took the book from Bronia's hands. അവൾ ബ്രോണിയയുടെ കയ്യിൽ നിന്നും ബുക്ക് എടുത്തു. She took. അവൾ എടുത്തു അല്ലേ? She took the book from Bronia's hands and read first sentence aloud. എന്നിട്ട് എന്ത് ചെയ്തു? ഫസ്റ്റ് ആ ചാപ്റ്ററിലെ ഫസ്റ്റ് സെന്റൻസ് ഉറക്കെ വായിച്ചു. She reads the first sentence aloud. ഉറക്കെ വായിച്ചു. The whole family fell silent. Whole family means whole means മൊത്തം അല്ലേ? Whole family, ആ ഫാമിലി മൊത്തം എന്ത് ചെയ്തു? The whole family fell into silence. എന്താ? നിശബ്ദയായിരുന്നു. എല്ലാവരും നിശബ്ദരായിട്ടിരുന്നു. എന്തുകൊണ്ടാണ് നിശബ്ദരായിരുന്നു നോക്കാം. ഓക്കെ. When our Mary reads the first sentence of that chapter, the whole family fell silent. Okay. Mary continued to read. Mary എന്ത് ചെയ്തു? അവരൊന്നും നോക്കിയില്ല. She continued to reading അല്ലേ? അവൾ നിർത്താതെ വായന തുടർന്നുകൊണ്ടിരുന്നു. She continued to read. But soon realized that something was wrong. അപ്പൊ അവൾ നോക്കുന്ന സമയത്ത് എന്താ? You have to listen here. Grace, listen here. Sit properly. Okay. Mary continued to read, but she soon realized that something was wrong. അവൾ എന്ത് ചെയ്തു? വായന തുടർന്നുകൊണ്ടിരുന്നു അല്ലെ? ഫസ്റ്റ് സെന്റൻസ് മാത്രമല്ല, വായന തുടർന്നുകൊണ്ടിരുന്നു. But she thought something was wrong there. അല്ലെ? എല്ലാവരും സൈലന്റ് ആയിരിക്കുന്ന സമയത്ത്, അത്രയും സമയം കലവലി ആയിക്കൊണ്ടിരിക്കുന്ന റൂം അല്ല വീട്, പെട്ടെന്ന് സൈലന്റ് ആകുമ്പോ അവൾ വിചാരിച്ചു അയ്യോ എന്തോ പ്രശ്നം ഉണ്ടല്ലോ. സംതിങ് വാസ് റോങ് വിത്ത് ദം അല്ലേ? ഓക്കെ. ബട്ട് ഷി സൂൺ റിയലൈസ്ഡ്. റിയലൈസ്ഡ് മീൻസ് തിരിച്ചറിയുക. റിയലൈസ്ഡ് അർത്ഥം അറിയില്ലെങ്കിൽ, മീനിങ് അറിയില്ലെങ്കിൽ മക്കൾ എഴുതിയെടുക്കുക. റിയലൈസ്ഡ്. Okay. Okay, that's enough. I will read it once more. First two paragraph. Listen here. First two paragraph. Mary Sklodowska was also called Mary. Was born on 7th November 1867 in Warsaw, Poland. She was the youngest of 5 children.
Her father was a professor of physics. Once, her elder sister Bronya was reading a lesson aloud and kept stumbling over some difficult words. Mary became impatient. She took the book from Bronya's hands and read the first sentence aloud. The whole family fell silent. Mary continued to read, but she soon realized that something was wrong. Okay, look at the third paragraph. Shisa Fatima, sit properly. Shisa, sit properly. Third paragraph. Can I take this? Mary burst into tears. Mary burst means പൊട്ടിത്തെറിക്കുക അല്ലെ പെട്ടെന്ന് പൊട്ടുന്നതിന് എന്താ പറയാ ബേസ്റ്റ് എന്ന് പറയാ സ്ഫോടനം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ സ്ഫോടനം എന്ന് വെച്ചാൽ എന്താ പെട്ടെന്ന് പൊട്ടുന്നല്ലേ സ്ഫോടനം ഓക്കെ മേരി ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ് ഓക്കെ മേരി പെട്ടെന്ന് അവൾ കരയാൻ തുടങ്ങി അല്ലെ അവൾ നോക്കുന്ന സമയത്ത് ആരും മിണ്ടുന്നില്ല അല്ലെ she became feared okay she thought something was wrong with them Mary burst into tears and said എന്നിട്ട് പറഞ്ഞു അവൾ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് പറയാണ് I am sorry എന്ന് പറഞ്ഞു അല്ലേ ഞാൻ ചേച്ചിയുടെ ബുക്ക് എടുത്ത് വായിച്ചു അല്ലേ ചേച്ചിക്ക് അറിയാത്ത ഞാൻ എടുത്ത് വായിച്ചു പക്ഷെ അവൾ വിചാരിച്ചു എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾ പേടിച്ചു Mary burst into tears and said I am sorry I didn't do it on purpose ഞാൻ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അല്ലേ ഞാൻ കാരണം ഉണ്ടാക്കി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല I didn't do it on purpose purposefully ഞാൻ ചെയ്ത കാര്യം ഞാൻ ചെയ്തതല്ല ഇത് it's not Bronya's fault മാത്രമല്ല ഇത് ബ്രോണിയുടെ കുറ്റമല്ല ബ്രോണിക്ക് വായിക്കാൻ അറിയാത്തത് അവളുടെ കുറ്റമല്ല it's only because of it was so easy അവൾ പറയാണ് മാഡം ക്യൂറി ഇത് ബ്രോണിയുടെ കുറ്റമല്ല ഇത് കുറച്ച് ഈസി ആയി പോയതുകൊണ്ടാണ് എന്ന് മനസ്സിലായോ ഇത് ബ്രോണിക്ക് വായിക്കാൻ അറിയാത്തത് ബ്രോണിയുടെ കുറ്റമല്ല പക്ഷെ ഇതിപ്പോ സംഭവിച്ചത് എന്താ ഞാൻ വായിച്ചതിന്റെ കാരണം എന്താ ഇത് ഭയങ്കര ഈസി ആയി പോയി അല്ലേ മനസ്സിലായോ എന്റെ മക്കൾക്ക് ഇല്ല മനസ്സിലായില്ല നോക്കൂ മക്കളെ ഇറ്റ്സ് നോട്ട് ബ്രോണിയാസ് ഫോൾട്ട് ആ അനീതിക്കുട്ടി പറയാണ് ഇത് ചേച്ചിയുടെ പ്രോബ്ലം അല്ല ചേച്ചി വായിക്കാൻ കിട്ടിയില്ലല്ലോ ചേച്ചിയുടെ പ്രോബ്ലം അല്ല പക്ഷെ നോക്ക് എനിക്കെന്താ ഞാനിത് വായിക്കാൻ കാരണം എനിക്കിത് ഈസി ആയതുകൊണ്ടാണ് ഓക്കെ മനസ്സിലായോ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഇറ്റ് വാസ് സോ ഈസി ദിസ് ഈസി ഓക്കെ മുഹമ്മദ് മനസ്സിലായിട്ടില്ല മോന് നെറ്റിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഒന്നും മനസ്സിലായി കുഴപ്പമില്ല മിസ് പിന്നെ പറഞ്ഞു തരാടാ okay listen it's only because it was so easy Mary was only 4 years old then appo മേരിക്ക് എത്ര വയസ്സാണെന്നറിയോ ഇത്രയും കടുകട്ടി വേർഡ്സ് ഒക്കെ വായിക്കണമെങ്കിൽ മേരിക്ക് നമ്മുടെ അത്രയും വയസ്സായിട്ടൊന്നുമില്ല she only having 4 years അല്ലേ she was only 4 years old then ആ സമയത്ത് മേരിക്ക് 4 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കിയേ how she is brilliant അല്ലേ how brilliant she is next paragraph look at the next paragraph when Mary was 10 years old മേരിക്ക് എത്ര വയസ്സാകുമ്പോ when Mary was 10 years old she joined a private school അവൾ എന്ത് ചെയ്തു ഒരു പ്രൈവറ്റ് സ്കൂളിൽ ജോയിൻ ചെയ്തു okay in those days ആ സമയങ്ങളില് Poland was not a free nation പോളണ്ട് എന്തല്ല ഒരു ഫ്രീ നേഷൻ അല്ല okay Poland was not a free nation it was ruled by a Tsar of Russia റഷ്യയിലെ സാർ ആയിരുന്നു പോളണ്ട് ഭരിച്ചിരുന്നത് it was ruled by Tsar of Poland okay it was not a free nation at that time okay മേരി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാഡം ക്യൂറിന്റെ 10ാമത്തെ വയസ്സിൽ പോളണ്ട് ഒരു ഫ്രീ നേഷൻ അല്ല ഓക്കെ മാഡം ക്യൂറിന്റെ 10ാമത്തെ വയസ്സിലാണ് അവൾ എന്ത് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് പോളണ്ട് എന്തല്ല ഒരു ഫ്രീ നേഷൻ അല്ല ഇറ്റ് വാസ് റൂൾഡ് ബൈ സാർ ഓഫ് പോളണ്ട് അല്ലെ പോളണ്ടിലെ സാർ ആയിരുന്നു എന്ത് ഭരിച്ചിരുന്നത് സോറി റഷ്യയിലെ സാർ ആയിരുന്നു എന്ത് ഭരിച്ചിരുന്നത്
പോളണ്ട് ഭരിച്ചിരുന്നത്. Okay. When Mary was 10 years old, she joined a private school. In those days, Poland was not a free nation. It was ruled by Tsar of Russia. റഷ്യയിലെ Tsar ആയിരുന്നു പോളണ്ട് ഭരിച്ചിരുന്നത്. Okay, that's enough for today. ഇന്ന് ഇത്രയും പോരെ? Only 3 minutes is left. Okay. Miss ഒന്നുകൂടി സ്പീഡിൽ വായിച്ചു തരാം. Okay. ശ്രദ്ധിച്ചിരിക്കുക. Look at your textbook. All of you look at your textbook from the beginning. Miss, free nation എന്താ? Free nation എന്ന് വെച്ചാൽ എന്താ? സ്വാതന്ത്ര്യമുള്ളത് അല്ലേ? സ്വാതന്ത്ര്യമുള്ളത്. Free nation നമ്മുടെ free nation അല്ലേ? അല്ലേ? മറ്റൊരാളെ നമ്മൾ ഭരിക്കാത്തത്. ഇവിടെ നമ്മൾ തന്നെയല്ലേ ഭരിക്കുന്നത്. Free nation എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യമുള്ളത്. സ്വതന്ത്ര രാജ്യം. Free nation. Okay. I will read it once. Maria Sklodowska, also called Mary, was born on 7th November 1867 in Warsaw, Poland. Tomorrow I will ask questions, Anupriya. You have to listen here. She was the youngest of 5 children. Her father was a professor of physics. Once, her elder sister, Bronya, was reading a lesson aloud and kept stumbling over some difficult words. All of you look at your textbook. Anupriya, look at your textbook. How many times I told you? Mary became impatient. She took the book from Bronya's hands and read the first sentence aloud. The whole family fell silent. Mary continued to read, but she soon realized that something was wrong. Mary burst into tears and said, I'm sorry. I didn't do it on purpose. It's not Bronya's fault. It's only because it was so easy. Mary was only 4 years old then. When Mary was 10 years old, she joined a private school. In those days, Poland was not a free nation. It was ruled by Tsar of Russia. When Mary was 14, she joined a school for gifted children. She completed her studies, winning a gold medal. She spent the following year traveling all over Poland, her beloved country. That's enough for today. Okay? We can continue in the next class. Okay, shall we wind up? Okay, bye. Bye, Miss. Bye, Miss. Bye. Thank you, Miss. Thank you, Bye. teacher. Thank you, teacher. Bye, Miss. Thank you, teacher.